ആദ്യം ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ജനുവരി 3 ഒരു പ്രത്യേകത, ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഇന്നിപ്പോൾ 10 വർഷം തികഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 2014 ജനുവരി 3 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് വാർത്താ സമ്മേളനം നടത്തി വിവിധ മാധ്യമ പ്രവർത്തകരുടെ 62 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത്. അതിനുശേഷം ഒരു വാർത്താ സമ്മേളനമോ ഇന്ററാക്ഷനോ ഉണ്ടായിട്ടില്ല, പ്രസംഗം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിലൊരു പ്രസംഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കേരളം പോലത്തെ ഒരിടത്ത് ബി.ജെ.പിക്ക് ഒരു 10-11% വോട്ടുള്ള ഇടത്ത് എൻ്റെ ഗ്യാരണ്ടി ഞാൻ നടപ്പാക്കി, ഞാനാണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 തവണയും 2014-ലെയും 2019-ലെയും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരുന്ന ജനങ്ങൾ അത് കേട്ട് വോട്ട് ചെയ്യുമെന്ന് ബി.ജെ.പി ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്തായാലും ജനുവരി 3 മൻമോഹൻ സിംഗിനെ മാധ്യമപ്രവർത്തകരുമായിട്ട് ബന്ധിപ്പിച്ചത് നന്നായി. കാരണം അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കാറില്ല, മാധ്യമപ്രവർത്തകരോട് സ്വകാര്യമായി സംസാരിക്കാറാണ് പതിവ്. പത്രസമ്മേളനം സ്വകാര്യമല്ല, വ്യത്യസ്തമാണ് ഇന്നത്തെ പ്രധാനമന്ത്രി. അല്ല, ആയിക്കോട്ടെ, അത് മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള സംഭാഷണമാണ്. ഇന്നത്തെ പ്രധാനമന്ത്രി മാധ്യമപ്രവർത്തകരുമായിട്ടല്ല സംസാരിക്കുക. ഇന്നത്തെ പ്രധാനമന്ത്രി സാധാരണക്കാരുമായിട്ടാണ് സംസാരിക്കുക, സാധാരണ ജനങ്ങളുമായിട്ടാണ് സംസാരിക്കുക, അമ്മമാരും സഹോദരിമാരുമായിട്ടാണ് സംസാരിക്കുക. അങ്ങനെ അമ്മമാരെയും സഹോദരിമാരും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം അങ്ങനെ ഇരമ്പി ഒപ്പം വരുന്നു. ഭാരതീയ ജനതാ പാർട്ടിക്ക് എല്ലാ അർത്ഥതലങ്ങളിലും പിന്തുണ നൽകുന്നു എന്നതിൻ്റെ തെളിവാണ് മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും വിജയം. അതിൻ്റെ മറ്റൊരു തെളിവാണ് ഇന്ന് തൃശ്ശൂർ. നമുക്കെല്ലാവർക്കും അറിയാം, പൂരപ്പെരുമയുടെ പെരുന്തച്ച ദേവഭൂമിയാണ് തൃശ്ശൂർ. അവിടെ ആർപ്പ് വിളിച്ചെത്തിയ ജനങ്ങൾ ആറാടി നരേന്ദ്രമോദി മോദി മോദി എന്ന മുദ്രാവാക്യത്തിൽ മുഖരിതമായി തൃശ്ശൂർ പട്ടണം. അത് അവിടെ വന്ന മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും ഒരേപോലെ ഗോചരമായതാണ്. അപ്പോൾ സാധാരണ ജനങ്ങളുമായി അദ്ദേഹം സംവദിച്ചു, അവിടെ വന്ന അമ്മമാരുമായി സംവദിച്ചു. ഞാൻ ചോദിക്കട്ടെ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി അഴിമതിയില്ലാതെ 9 വർഷം ഭരിച്ചിട്ട് തൻ്റെ ഗ്യാരണ്ടി, താൻ നടപ്പാക്കിയ ഗ്യാരണ്ടി, താൻ പറഞ്ഞ വാക്ക് പാലിച്ചതിൻ്റെ ആ ഗ്യാരണ്ടി, ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചതിൻ്റെ ആ ഒരു ആത്മാഭിമാനം, ഞാൻ എന്താണോ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് അത് ഞാൻ നടപ്പാക്കി എന്നിത്ര ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടായിരുന്നു ഇതിനു മുമ്പ്? സംശയമാണ്. ഒരു സർട്ടൻ എക്സ്റ്റൻറ്റ് വരെ ഇന്ദിരാഗാന്ധിയുടെ പേര് വേണമെങ്കിൽ പറയാം. പക്ഷേ നരേന്ദ്രമോദി അഴിമതിയുടെ ആരോപണം പോലുമില്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാരൻ ചോദിച്ചതെല്ലാം കൊടുക്കുന്നു. സാധാരണക്കാരന് വേണ്ടത് ഭക്ഷണമാണ്, അത് കൊടുക്കുന്നു 80 കോടി ജനങ്ങൾക്ക്. സാധാരണക്കാരന് വേണ്ടത് വെള്ളമാണ്. ആ ഹർ ഘർ ജൽ എന്ന പദ്ധതിയിലൂടെ സാധാരണക്കാരൻ്റെ വീടുകളിലേക്ക് പൈപ്പ് ലൈൻ എത്തുന്നു. എത്ര കോടി ജനങ്ങൾക്കാണ് അത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നത്? ഇപ്പം തന്നെ ഞാൻ കണക്കുകളൊന്നും ഉദ്ധരിക്കുന്നില്ല ഈ ചർച്ചയിൽ. നിങ്ങൾ കണക്ക് ചോദിച്ചാൽ ഞാൻ കണക്ക് പറയാം, പക്ഷെ കണക്കിലല്ലല്ലോ കാര്യം. അതുകൊണ്ട് ഞാൻ ആ വെള്ളം എത്തുന്നു, ആവാസ്, പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരമുള്ള വീടുകളെത്തുന്നു. അങ്ങനെ 45 കോടി ജനങ്ങൾക്ക്, അമ്മമാർക്ക്, സഹോദരിമാർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല, ആ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു. 0 ബാലൻസ് അക്കൗണ്ട്, അതിലേക്ക് 500 രൂപയോ 1000 രൂപയോ ഒക്കെ വരുന്നു. കർഷകർക്ക് 6000 രൂപ കൊടുക്കുന്നു 3 മാസം കൂടുമ്പോൾ. അങ്ങനെ സമസ്ത നാട്ടിലെ സമസ്ത ജനവിഭാഗങ്ങളെയും ഒരേപോലെ കാണുക. മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള ട്രിപ്പിൾ തലാഖിനെതിരായിട്ടുള്ള നിയമം കൊണ്ടുവരിക. അതേസമയത്ത് ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടി അവരുടെ വിവാഹപ്രായം ഉയർത്തുക. അങ്ങനെ ഏതൊക്കെ മേഖലയിലാണോ ഇന്നലെ വരെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയാതെ പോയത്, മറ്റു പല കടമ്പകളെ ഭയന്നുകൊണ്ട്, ഇപ്പം ട്രിപ്പിൾ തലാഖിൻ്റെ കാര്യം നമുക്കറിയാം. ഷബാനു ബീഗം കേസ് മുതലുണ്ടായിട്ടുള്ളതാ, സുപ്രീം കോടതി പറഞ്ഞതാ. പക്ഷെ പേടിച്ചു പോവുക, അത് പേടിയാ. കാരണം ഞങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിലോ, സംഘടിത മതത്തിൻ്റെ ആ പേശിബലത്തിൻ്റെ മുമ്പിൽ ഭയപ്പെട്ട് നിൽക്കുന്ന ഭരണകൂടം. നരേന്ദ്രമോദിക്ക് ആ ഭയവുമില്ല. ഈ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകൾ, അവർ മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ജാതി ഏതായാലും മതം ഏതായാലും ആ സ്ത്രീകളെ സംരക്ഷിക്കണം, ആ അമ്മമാരെ സംരക്ഷിക്കണം. അതുകൊണ്ട് ആബാലവൃദ്ധം ജനങ്ങൾക്ക്, വൃദ്ധരായാലും യുവാക്കളായാലും അമ്മമാരായാലും സഹോദരിമാരായാലും പിഞ്ചു കുട്ടികളായാലും യുവാക്കളായാലും ഗർഭിണിയായാലും ഏതൊക്കെ മേഖലയിലാണോ
പരിഷ്കാരം കൊണ്ടുവരേണ്ടത്, പുനരുദ്ധാരണം കൊണ്ടുവരേണ്ടത്, വികസനം കൊണ്ടുവരേണ്ടത്, അതെല്ലാം കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നതിൻ്റെ ആത്മവിശ്വാസമാണ് മോദി ഗ്യാരണ്ടി. ഇങ്ങനെ ഈ ആത്മവിശ്വാസമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നൽകുന്നത്. ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി ഈ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത്, നിങ്ങൾ കേരളത്തിലെ ഭരണം നോക്കുക, നിങ്ങൾ നരേന്ദ്രമോദിയുടെ ഭരണം നോക്കുക. ഈ മോഡി ഗ്യാരണ്ടി കേരളത്തിന് വേണോ വേണ്ടയോ? ഇതാണ് ചോദ്യം. ഈ മോഡി ഗ്യാരണ്ടി നാം സ്വീകരിക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ തുടക്കം തന്നെ ആയിരുന്നു തൃശ്ശൂരിലെ ഇന്നത്തെ റാലി എന്നുള്ളതിൽ, ഇന്നത്തെ സമ്മേളനം എന്നുള്ളതിൽ യാതൊരു സംശയവും.